നമുക്കൊന്ന് നയാഗ്ര ഫോൾസ് വരെ പോയാലോ? വീക്കെൻഡ് ബോർ അടിച്ചിരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു നയാഗ്ര ഫോൾസ് കാണാൻ പോകാമെന്ന്. പിന്നെ അധികം ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. കുറച്ച് തുണിയും പാക്ക് ചെയ്ത് കൊച്ചിനെയും എടുത്തോണ്ട് അങ്ങ് ഇറങ്ങി. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 4 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് നയാഗ്രയിൽ എത്താനായിട്ട്. ഞങ്ങൾ ഈവനിങ് ആയപ്പോഴേക്കും അവിടെ എത്തി. ഈവനിങ് എത്തിയതുകൊണ്ട് ഞങ്ങൾ ഡൗൺ ടൗണൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി കേട്ടോ. വളരെ ലവ്ലി ആയിട്ടുള്ള ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നത് ഹിൽട്ടണിലായിരുന്നു. അവിടുത്തെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഡിന്നറും കഴിച്ചത്. അവരുടെ ഡിന്നർ മെനുവിൽ ഒരു ബോട്ടിൽ ഓഫ് വൈൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ എന്തെങ്കിലും ബർത്ത്ഡേസോ ആനിവേഴ്സറീസോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്നുള്ള വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നയാഗ്ര ഫോൾസ് ക്ലോസ് വ്യൂ കാണാൻ ഞങ്ങൾ വീണ്ടും ഇറങ്ങി. നയാഗ്ര ഫോൾസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് 3 വാട്ടർഫോൾസ്: ദ ഹോഴ്സ് ഷൂ ഫോൾസ്, അമേരിക്കൻ ഫോൾസ് ആൻഡ് ബ്രൈഡൽ വെയിൽ ഫോൾസ്. ഇതിൽ ഹോഴ്സ് ഷൂ ഫോൾസ് ആണ് കനേഡിയൻ ഫോൾസ്. മറ്റു രണ്ടും അമേരിക്കൻ സൈഡിലുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം 2 ബോട്ട്സ്. അതിനകത്ത് ഒരെണ്ണം റെഡ് റെയിൻ ജാക്കറ്റ് ഇട്ടവരും മറ്റേത് ബ്ലൂ റെയിൻ ജാക്കറ്റ് ഇട്ടവരും. ഇതിനകത്ത് റെഡ് റെയിൻ ജാക്കറ്റ് ഇട്ട് ബോട്ടിൽ പോകുന്നവരാണ് കനേഡിയൻസ്. അവർ ഈ ബോട്ടിൽ ആ വാട്ടർഫോൾസിൻ്റെ ഒത്തിരി ക്ലോസിൽ എത്തും. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഫോൾസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കാണാം. കാരണം ഒന്നും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ തോന്നിയില്ല. എല്ലാ ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ ഫോൾസ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നയാഗ്രയിൽ വാട്ടർഫോൾസ് മാത്രമല്ല കേട്ടോ ഒരു അട്രാക്ഷൻ. വേറെയും ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ശരിക്കും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 2-3 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. അതിനകത്ത് കുറച്ചാണ് ഈ സ്കൈലൈൻ ടവറും ബട്ടർഫ്ലൈ കൺസർവേറ്ററി, ബേർഡ് കിങ്ഡം, വൈറ്റ് വാട്ടർ വാക്ക്, അങ്ങനെ പലതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനിയും ഒരുപാട് കനേഡിയൻ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Sit at the back of the seat, so maybe you can take some pictures.